ഹരേ ഗുരുവായൂരപ്പ ശരണം. ഞാൻ ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി കൊടക്കാട് ശശി നമ്പൂതിരി, പാരമ്പര്യ അവകാശിയാണ്. ഗുരുവായൂരപ്പൻ്റെ സേവകനായി സേവനം അനുഷ്ഠിച്ചു തുടങ്ങിയിട്ട് ഒരു 48 കൊല്ലത്തോളമായി. 12 വയസ്സ് കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ ചെറിയ ചെറിയ പണികളെല്ലാം എടുത്ത് ദാസ്യപ്രവൃത്തികൾ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഈ 48 കൊല്ലത്തിനുള്ളിൽ പലതരത്തിലുള്ള നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഭഗവാൻ തന്നിട്ടുണ്ട്. ഈ ചീത്ത അനുഭവങ്ങൾ തരുമ്പോൾ മുഴുവൻ ഞാൻ വിചാരിക്കാറ് നമ്മളെ നേരായ വഴി കൂടി കൊണ്ടു നടത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ തരുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നാണ് വിചാരിച്ചിട്ടാണ് ആ അനുഭവങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. പലതരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ അടുത്തുണ്ടായ ചെറിയൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 2020 ഈ ഭൂലോകം മുഴുവൻ കൊറോണ നടമാടിയിരുന്ന കാലമാണ്. ആ കൊറോണയുടെ കാരണം ഗുരുവായൂർ അമ്പലം ലോക്ക്ഡൗണായി. ഗുരുവായൂർ അമ്പലത്തിലേക്ക് ആർക്കും പ്രവേശനമില്ല. അന്നത്തെ പ്രവൃത്തിക്കാരായ ഒരു 5 ആൾക്ക് 6 ആൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ജോലിക്കാരെന്നെ ഒരാളോ 2 ആളോ 3 ആളോ ഉണ്ടാവുള്ളൂ. അങ്ങനെ കൊറോണ നടനമാടിയിരുന്ന കാലഘട്ടം. ഗുരുവായൂർ മുഴുവൻ, ലോകം മുഴുവൻ ബന്ധമാണ്. ഗുരുവായൂർക്ക് തീരെ ഭക്തജനങ്ങൾക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് 2020 മാർച്ച് 25 ബ്ലോക്കായത്. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ നിത്യനിദാന ചടങ്ങുകളെല്ലാം അന്നും യാതൊരു വീഴ്ചയുമില്ലാതെ നടന്നിട്ടുണ്ട്. ആ സമയത്ത് ഭഗവാന്റെ 3 ശിവേലിക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിടമ്പ് എടുത്ത് ആനപ്പുറത്ത് കയറി എഴുന്നള്ളിക്കുന്ന ചുമതല എനിക്കായിരുന്നു. അപ്പോൾ ആ അമ്പലത്തിൻ്റെ ദൂരം വഴി ആൾക്കാർക്ക് വരാൻ പറ്റില്ല, അത്രയും പ്രൊട്ടക്ഷനിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് നിന്നൊക്കെ ഈ കൊറോണ കുറച്ച് കുറഞ്ഞു. അമ്പലത്തിൻ്റെ ഗോപുരം വരെ, കിഴക്കേ ഗോപുരവും പടിഞ്ഞാറ് ഗോപുരം വരെയും ഭക്തജനങ്ങൾക്ക് വരാം. അതും ഒരാൾ വന്ന് തൊഴുതു കഴിഞ്ഞാൽ ഉടനടി പോകണം. അങ്ങനെയുള്ള ചെറുതായിട്ടുള്ളൊരു റെസ്ട്രിക്ഷൻസ് ഉള്ള കാലം. ഭക്തന്മാരെ സംബന്ധിച്ച് ഭഗവാനെ കാണാതിരിക്കാൻ പറ്റില്ല. ആ വലിയ കൊറോണയുടെ ആ തിരക്കൊഴിഞ്ഞ് ഭഗവാനെ കാണാൻ പറ്റും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ എല്ലാ ഭക്തന്മാരും ഇങ്ങനെ വന്നു തുടങ്ങി. അതന്നെ അന്നത്തെ പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. എങ്കിലും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ ശിവേലി സമയത്താണ് കൂടുതൽ തിരക്കുണ്ടാവുക. കാരണം ഈ ശിവേലിക്ക് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളും. അങ്ങനെയെങ്കിലും ഒരു നോക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഭക്തജനങ്ങൾ കൊടിമരത്തിൻ്റെ പുറത്ത്, വലിയ ഗോപുരത്തിൻ്റെ പുറത്ത് കിഴക്കേ നടക്കിലും പടിഞ്ഞാറ് നടക്കിലും വന്ന് നിൽക്കും. ഭഗവാന് 3 പ്രദക്ഷിണ ശിവേലി സമയത്ത് അത് കണ്ടു തൊഴാലോ എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ ഒരു ദിവസം ഭഗവാനെ ശിവേലിക്ക് എടുത്ത് എഴുന്നള്ളിച്ച് ആനപ്പുറത്ത് കയറുമ്പോൾ ആ ഭഗവാനെ എടുത്ത് ആ ശ്രീകോവിലിൻ്റെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നാലമ്പലത്തിനടുത്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് സ്വതവേ ഭഗവാന്റെ തിടമ്പ് ഇങ്ങനെയാണ് പിടിക്കുക. അപ്പോൾ നമ്മുടെ മാറത്താണ് ഭഗവാൻ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. ആ സമയത്ത് എന്താണെന്നറിയില്ല, എനിക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മിടിപ്പ് ഇങ്ങനെ വരണ മാതിരി ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ശാരീരികത്തിൻ്റെ ഒരു മിടിപ്പായിരിക്കാം എന്ന് വിചാരിച്ചു. ഭഗവാന്റെ ആനപ്പുറത്ത് കയറിയിരുന്നു. ഒരു പ്രദക്ഷിണം സാധാരണ നിലയ്ക്ക് നടന്നു. 2ാമത്തെ പ്രദക്ഷിണം ആവുമ്പോഴേക്കും ആ ഭഗവാന്റെ കൈ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭഗവാന്റെ തടമ്പ് വെച്ച് കഴിഞ്ഞാൽ തടമ്പ് എന്താ അറിയില്ല, അങ്ങനെ ഒരു ഇളക്കം മാതിരി തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ, ആനയൊക്കെ സാധാരണ നിലയ്ക്കാണല്ലോ നിൽക്കുന്നത്, എന്താണ് ഇങ്ങനെ ഇളകണത്? അപ്പോൾ ഗുരുവായൂരപ്പൻ എൻ്റെ ഉള്ളിൽ തോന്നിച്ചൊരു വികാരം, എനിക്ക് ഈ ഭക്തന്മാരെ കാണാതിരിക്കാൻ പറ്റില്ല. കൊറോണ കാലമാണ്, ഭക്തന്മാരില്ലാതെ ഞാനില്ല. എനിക്ക് ഭക്തന്മാരെ കാണണം. ഞാൻ ഈ ആനേനെ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഓടിച്ചാലോ എന്ന് പറഞ്ഞ മാതിരി എനിക്കിങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഭഗവാനെ, ആനയെ കൊണ്ട് പുറത്തേക്കൊന്നും ഓടാൻ പാടില്ല. ആന എടുത്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തന്മാരെ എല്ലാവരും പേടിക്കില്ലേ എന്ന്. നമ്മൾ ഈ കീഴ്ശാന്തിക്കാരുടെ പൊതുവെ ഒരു മനോഭാവം, ഭഗവാൻ നമ്മുടെ കളിക്കൂട്ടുകാരനാണ്. നമുക്കൊരു 15 വയസ്സ്, ഭഗവാനൊരു 7 വയസ്സ് 6 വയസ്സ് ആ പ്രായത്തിലുള്ള. അപ്പോൾ ഭഗവാനെ കൊണ്ട് നടന്ന് എല്ലാം കാണിച്ചു കൊടുക്കുക.
ഭഗവാന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ച് കൊടുക്കുക. ഇതൊക്കെയാണ് കീഴ്ശാന്തിക്കാരായ ഞങ്ങൾക്കുള്ള ജോലി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ ഒപ്പം ഓടി കളിച്ച് നടക്കുന്ന ഒരു ഗോപാലകന്മാരെമാരെയാണ് നമുക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ഭഗവാനും നമ്മളും തമ്മിലുള്ള ഒരു ഇടിപ്പ് ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരന്മാർ തന്നെ. അപ്പോൾ എന്തും നമ്മൾ ഭഗവാനോട് പറയാറുണ്ട്, ഭഗവാൻ അതിനനുസരിച്ച് നമ്മളോടും പറയാറുണ്ട്. അപ്പോൾ പറഞ്ഞു ഭഗവാൻ അങ്ങനെ പുറത്തേക്കൊന്നും ഓടണ്ട, ഭഗവാനെ ഭക്തന്മാർക്കൊക്കെ എല്ലാം വിഷമാവും, അവരൊക്കെ പേടിക്കും എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് പോകണം. ഈ ഭഗവാൻ തന്ന ഈ അനുഭവം മാതിരി ആനക്കാരനും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവാം ആനേനെ ഓടിക്കാൻ പോവുകയാണെന്നുള്ള നിലയ്ക്ക്. അതാണ് ഈ രണ്ട് സംഗതികളും ഒരേ സമയത്ത് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ തോന്നുന്നത്. അപ്പോൾ അതേ സമയത്ത് തന്നെ ആ കിഴക്കേ ഗോപുരത്തിൻ്റെ അവിടെ നിന്ന് ആന ഓടിയെന്ന് പറയാം, അതോ വേഗം നടക്കുകയാണോ എന്തറിയില്ല. ആനക്കാരൻ പിന്നിലായി, ആന മുമ്പിൽ അങ്ങോട്ട് ഓടി വേഗം നടന്ന് ആ പടിഞ്ഞാറ ഗോപുരത്തിൻ്റെ അവിടെ വന്നിട്ട് ഉടനടി ആ ആന പുറത്തേക്ക് പോവാൻ തക്കവണ്ണം നിൽക്കുകയും അവിടെയുള്ള ഭക്തന്മാർ മുഴുവൻ ഹരേ ഗുരുവായൂരപ്പ എന്ന് വിചാരിച്ച് തൊഴുതും. ഭക്തന്മാരുടെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റിയല്ലോ. സ്വതവേ ഇങ്ങനെ ഒരു പാസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ജസ്റ്റേ കാണാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും ഭഗവാൻ ഭക്തന്മാരുടെ മുമ്പിലേക്ക് അങ്ങോട്ട് എത്തി. അവിടെ എത്തണോടുകൂടി ആന അവിടെ നിന്നു. അപ്പോഴേക്ക് ആനക്കാരനോടി വന്നു, ആനയുടെ കൊമ്പ് പിടിച്ചു, ആന കൺട്രോളിലായി. അപ്പോൾ ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഭഗവാൻ ഭക്തരെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഓടിപ്പോവുകയും ആ ഭക്തന്മാർക്ക് കാണാൻ ദർശനത്തിന് വേണ്ടിയിട്ട് നേരെ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് ചെയ്തത് എന്നാണ്. ഇതൊന്നും പുറമേ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് അറിയില്ല, അറിഞ്ഞിട്ടുമില്ല. ഈ നമുക്ക് വന്ന ഒരു അനുഭവം ആ ഭഗവാനും ആ ശരീരത്തിൽ ഉണ്ടാകുന്ന മിടിപ്പും ഇതൊക്കെയാണ്. അപ്പോൾ ഭഗവാൻ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കി തന്നു. ആ രണ്ടാമത്തെ പ്രദക്ഷിണങ്ങൾ ആന മുഴുവനായി. മൂന്നാമത്തെ പ്രദക്ഷിണം ഈ പറഞ്ഞ മാതിരി ഒരു കുഴപ്പമില്ലാണ്ട് നടന്നു. അങ്ങനെയാണ് ഭഗവാൻ ശ്രീലകത്തേക്ക് കയറി. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഭഗവാൻ തന്നെ കാണിച്ചു തന്ന ഒരു അനുഭവമായിട്ടാണ്. ഇതെല്ലാം വിശ്വാസമുള്ളവർക്ക് പറഞ്ഞാൽ ഇത് വിശ്വസിക്കും, വിശ്വാസമില്ലാത്തവർക്ക് ഇതെല്ലാം ഒരു പഴങ്കഥകളോ കെട്ടുകഥകളോ ആവാം. അപ്പോൾ വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് ഇത് തള്ളിക്കളയാം. എന്തായാലും ശ്രീ ഗുരുവായൂരപ്പൻ ഇങ്ങനൊരു അനുഭവം തന്നു എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, എന്നും വിശ്വസിക്കുന്നു. ഭഗവാൻ നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ളതിൻ്റെ ചെറിയൊരു ഉദാഹരണം കൂടിയാണ് ഭഗവാൻ തന്നെ കാണിച്ചു തന്നതാണ്. അപ്പോൾ നമ്മൾ ഭഗവാനെ അത്രയും സ്നേഹത്തോടു കൂടി വിളിക്കുക, പ്രാർത്ഥിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഭഗവാൻ നമ്മളെ എന്നും കാത്ത് സംരക്ഷിക്കും. യാതൊരു തരത്തിലുള്ള അപകടങ്ങളിലും ഭഗവാൻ നമ്മളെ കൊണ്ടെത്തിക്കില്ല. അത് ഉത്തമ ഉദാഹരണത്തിൽ ഒന്നാണ് നമുക്ക് കണ്ടത്. ഇത് പല ആൾക്കാർക്കും ഇതേമാതിരി പല അനുഭവങ്ങളും കൊടുത്തിട്ടുണ്ട്, പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വിശ്വസിച്ചോളൂ, സ്നേഹത്തോടു കൂടി ഭഗവാനെ വിളിച്ചോളൂ. ഏത് ആപൽഘട്ടത്തിലും ഭഗവാൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. നമ്മളെപ്പോഴും ഭഗവാനെ ശരണാഗതി പ്രാപിക്കുക, ഭഗവാനുണ്ടാവും ഒപ്പം. അപ്പോൾ അങ്ങനെ ചെറിയൊരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായത്. അതെല്ലാ ഭക്തന്മാർക്കും കേൾക്കാൻ തക്കവണ്ണമാണ്. ഹരേ ഗുരുവായൂരപ്പ ശരണം.